നമുക്ക് ആരംഭിക്കാം. ഓ സഹനാവതു സഹനൗ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മതന്യരായ എല്ലാ പഠിതാക്കൾക്കും പിന്നീടമായിട്ടുള്ളതാണ്. ഏകാദശം 5-ൽ 36 ലൈൻ എടുക്കണ്ടേ? അതെ. കലിം സഭാജയം ധ്യാര്യാഗുണജ്ഞാപാരഭാഗിനാം എത്ര സങ്കീർത്തനേനൈവ സർവം സ്വാർത്ഥോ അഭിലഭ്യതേ. കലിം സഭാജയന്തി ആര്യാഹ ഗുണജ്ഞാഹ പാരഭാഗിന. കലിയുഗത്തെ കുറിച്ചാണ് പറഞ്ഞത് വന്നത്. കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഓരോ യുഗങ്ങളിലും എങ്ങനെയൊക്കെ ആരാധിക്കണം എന്ന് പറഞ്ഞു വന്ന് കലിയുഗത്തിലേക്ക് എത്തുകയാണ്. കലിയുഗത്തെ കുറിച്ച് കുറച്ചുകൂടി പ്രശംസിക്കാം. കലിം സഭാജയന്തി ആര്യാഹ. ആര്യാഹ ഗുണജ്ഞാഹ പാരഭാഗിന. ആര്യന്മാര്, ശ്രേഷ്ഠന്മാർ. ഗുണജ്ഞാഹ, ഗുണം സ്വീകരിക്കാൻ കഴിവുള്ളവർ, ഗുണഗ്രാഹികൾ. ഭാരഭാഗിന, ഭാരത്തെ മാത്രം സ്വീകരിച്ച് നിഭാരത്തെ സ്വീകരിക്കാതെ പോകുന്നവർ. ഇവരൊക്കെ കലിം സഭാജയന്തി. ഇവരൊക്കെ കലിയെ ആശ്രയിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. സഭാജയന്തി. എന്നാൽ എത്ര കലിയുഗത്തിൽ സങ്കീർത്തനേന ഏവ, സങ്കീർത്തനം കൊണ്ട് തന്നെ സർവഹ സ്വാർത്ഥോ അഭിലഭ്യത. എല്ലാ സ്വാർത്ഥങ്ങളും, സ്വാർത്ഥം, സ്വന്തം കാര്യങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും അഭിലഭ്യതയെ പ്രാപിക്കപ്പെടുന്നു. അതുകൊണ്ട് കലിയുഗത്തെ കുറിച്ച് നന്നായി പ്രശംസിച്ചു പറയുന്നുണ്ട്. ആര്യന്മാര് പറയുന്നുണ്ട്, ഗുണഗ്രാഹികളായ ഗുണജ്ഞന്മാർ പറയുന്നുണ്ട്, ഭാരം മാത്രം സ്വീകരിക്കുന്നവർ. ഇങ്ങനെയുള്ളവരൊക്കെ കലിയുഗത്തെ കുറിച്ച് ആവൂളം പ്രശംസിക്കാറുണ്ട്. കലിയുഗത്തിൽ ജനിക്കുന്നവർക്ക് അവരവരുടെ ആഗ്രഹങ്ങൾ വളരെ വേഗം സാധിക്കപ്പെടും എന്നുള്ളത് യുഗത്തിന്റെ ഒരു മാഹാത്മ്യമാണ്. മറ്റു യുഗങ്ങളിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ടോ ധ്യാനയോഗം കൊണ്ടോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് തന്നെ പ്രസാദിക്കും. നാമസങ്കീർത്തനം ചെയ്യാൻ ആർക്കും ഒരു ചെലവുമില്ല, ഒരു പ്രയാസവുമില്ല. ശക്തിയുള്ളവർക്ക്, ശക്തിയില്ലാത്തവർക്ക്, അജ്ഞാനികൾക്ക്, ജ്ഞാനികൾക്ക്, ആർക്കും ഭക്തി മാർഗത്തെ, നാമജപത്തെ സ്വീകരിക്കാം. അതുകൊണ്ട് 4 യുഗങ്ങളിലും വെച്ച് ശ്രേഷ്ഠം കലിയുഗമാണ് എന്ന് ജ്ഞാനപ്പാനയിൽ പൂന്താനവും ഭാഷണം. കലിയുഗത്തിലെ ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാകും എന്ന വിചാരം കൊണ്ട് ചില കലിയെ ദുഷിക്കാറുണ്ട്. നമ്മൾ ക്ഷാമത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഭാരത്തെ മാത്രം ഗ്രഹിക്കുന്നവർ ദോഷങ്ങളെ അല്ല കാണുക, ഗുണഭാഗത്തെ മാത്രമേ കാണുകയുള്ളൂ. അത് ആര്യന്മാരുടെ സ്വഭാവമാണ്. സജ്ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. നല്ലത് മാത്രമേ കാണുകയുള്ളൂ. ഉണ്ടോ ഗുണം കേൾപ്പിനതൊന്നു മാത്രം, അതേ കേൾക്കുന്നു. ദോഷവശങ്ങളെ കുറിച്ച് അറിയേ വേണ്ട. അത് ആര്യന്മാരുടെ സ്വഭാവമാണ്. അല്ലാത്തവർ ദോഷങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. മറ്റുള്ളവരുടെ ദോഷം കണ്ടെത്തുക, അതിനെ പെരുപ്പിച്ച് കാണിക്കുക, അത് കീർത്തിച്ചു കൊണ്ട് നടക്കുക. ഇതിലാണ് അജ്ഞന്മാർ, ഗുണ അഗ്രാഹികൾ, അതേപോലെ അപാരജ്ഞന്മാർ, ഈ 3 വിഭാഗത്തിലുള്ളവർ ചെയ്യുന്നത് അതാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ ഏറി വരുന്നതുകൊണ്ട് നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഉദ്ദിഷ്ടമായ ആഗ്രഹങ്ങളും ഫലവും കലിയുഗത്തിൽ സാധിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളത് കലിയുഗത്തിന്റെ ഒരു മഹത്വമാണ്, മാഹാത്മ്യമാണ്. കലിം സഭാജയന്ത്യാര്യാഗുണജ്ഞ പാരഭാഗിന.
ക്ലാസ്സിനുള്ള എത്ര കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? വിളിക്കാം. എത്ര സങ്കീർത്തനേനൈവ സർവം സ്വാർത്ഥോഭിലഭ്യതേ കലിം ഭഭാജയൻ ധ്യായാഗുണജ്ഞാ പാരഭാഗിനാം എത്ര സങ്കീർത്തനേനൈവ സർവ സ്വാർത്ഥോഭിലഭ്യതേ. നക്ഷ്യത പരമോ ലാഭോ ദേഹിനാം ധാന്യതാം യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസ്കൃതി നഹി അതഃ പരമോ ലാഭോ ദേഹിനാം ഭ്രാമ്യതാം ഇഹ ഭ്രാമ്യതാം ദേഹിന. ഈ സംസാരത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന മനുഷ്യർക്ക് അതഃ ഇതിനേക്കാൾ പരമഃ ലാഭ മറ്റൊരു ലാഭം നഹി ഇല്ലതല്ല. യതഃ എന്തെന്നാൽ വിന്ദേത പരമാം ശാന്തി പരമമായ ശാന്തിയെ പ്രാപിക്കാൻ കഴിയും. സംസ്കൃതി നശിക്കും, സംസാരം നശിക്കുകയും ചെയ്യും. ഇത് കലിയുഗത്തിന്റെ വലിയ പ്രാധാന്യമാണ്. ഈ ലോകത്തിൽ ജനിച്ചു മരിച്ചു കൊണ്ട് മാത്രമേ പുരുഷാർത്ഥങ്ങളെ സാധിക്കാൻ പറ്റുകയുള്ളൂ. മറ്റെവിടെയും ഇത് സാധ്യമല്ല. അതിന് ഉചിതമായ ഒരു മാർഗവും നാമസങ്കീർത്തനം മാത്രവുമാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീഹരി ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ഭൗതിക വിഷയത്തിലുള്ള ആഗ്രഹങ്ങളെ കുറേശ്ശെ ഇല്ലായ്മ ചെയ്ത് പരമമായ ശാന്തി അവർക്ക് കൊടുക്കുന്ന കലിയുഗത്തിലാണ്. എപ്പോഴാണോ ഈ ശാന്തി ഉണ്ടാകുക അപ്പോൾ മുക്തനായിത്തീരും. ഇതിനേക്കാൾ എന്താണ് കലിയുഗത്തിൽ പ്രാപിക്കാനുള്ളത്? മറ്റു യുഗത്തിൽ ദീർഘായുസായിട്ട് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കാം, ശാശ്വതമായ ശാന്തി അനുഭവിക്കാൻ പറ്റില്ല. കലിയുഗത്തിൽ അല്പായുസുകളാണ്. അതുകൊണ്ട് വളരെ വേഗം ആ ഉള്ള കാലം കൊണ്ട് ശാന്തി നേടി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് ഒരു ക്ഷിപ്രസാധ്യമാണ്. കലിയുഗത്തിൽ ഒരു മഹത്വമാണ്. അതുകൊണ്ട് കലിയിൽ വന്ന് ജനിക്കുക ഒരു ഭാഗ്യമാണ്. നമ്മളൊക്കെ അങ്ങനെ ഭാഗ്യം ലഭിച്ച് കലിയുഗത്തിൽ വന്ന് ജനിച്ചവരാണ്. നഹ്യത പരമോ ലാഭോ ദേഹിനാം ഭ്രാമ്യതാമിഹാം യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസ്കൃതിം. നഹ്യത പരമോ ലാഭോ ദേഹിനാം ഭ്രാമ്യതാമിഹാം യതോ വിന്ദേത പരമാം ശാന്തിം നശ്യതി സംസ്കൃതിം. കഥാദൃശപ്രജാരാജൻ കലാവിച്ഛിന്യ സംഭവം കലു ഖലു ഭവിഷ്യന്തി നാരായണ പരായണ. കൃതാദിഷു പ്രജാഹ രാജൻ. കൃത ആദികളിലുള്ള പ്രജകൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗത്തിലുമുള്ള പ്രജകൾ അല്ലയോ രാജാവേ കലവും ഇച്ഛന്തി സംഭവം. കലിയിൽ ജനിക്കാനാണ്. കാരണം കലവും നാരായണപരാഹ ഭവിഷ്യന്തി ഖലു. കലിയിൽ ഭഗവത് പരന്മാരായിട്ട് തന്നെ ഭവിക്കാൻ വളരെ എളുപ്പമാണ്. ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ, തദ്വാര ഭഗവാനിലേക്ക് ചെന്ന് ചേരാൻ അനായാസമായി സാധിക്കുന്ന ഒരു സമയം ഈ കലിയുഗമാണ്. അതുകൊണ്ട് മറ്റ് 3 യുഗത്തിലും ജനിച്ചവർ ഇനി ഞങ്ങൾ ജനിക്കുകയാണെങ്കിൽ കലിയുഗത്തിൽ മതിയേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായി. കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലു ഖലു ഭവിഷ്യന്തി നാരായണ പരായണ. കൃതാദിഷു പ്രജാരാജൻ കലാവിച്ഛന്തി സംഭവം കലു ഖലു ഭവിഷ്യന്തി നാരായണ പരായണ. ക്വചിത് മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശ താപവർണ്ണീ തഥാ യത്ര കൃതമാലാ പയസ്വിൻ. ക്വചിത് ചില പ്രദേശങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ഹേ മഹാരാജ, അല്ലെ രാജാവേ, ദ്രവിഡേഷു ച ഭൂരിശ, ദ്രാവിഡ ദേശത്തിൽ ഭൂരിശ അധികം ജനങ്ങളും ഭക്തന്മാരായി ഭവിക്കുന്നു. താമ്രവർണ്ണി നദി എത്ര കൃതമാല പയസ്സി.
താമ്രപർണി എന്ന നദിയും കൃതമാല എന്ന നദിയും പയസ്വിനി എന്ന നദിയും ഒഴുകുന്നിടത്ത് ഭക്തന്മാരുടെ ആധിക്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിന് ദ്രാവിഡ ദേശമാണ് അതിൽ പ്രധാനം. ദക്ഷിണ ഇന്ത്യക്കാണ് പറയുക. നമ്മളൊക്കെ ദ്രാവിഡ ദേശക്കാരാണ്. അതുകൊണ്ട് ഇവിടെയാണ് മധ്യ ഇന്ത്യക്കാളും ഉത്തര ഇന്ത്യക്കാളും ഭക്തന്മാർ കൂടുന്ന സ്ഥലം ഇവിടെയാണ്. എന്ന് മാത്രമല്ല, മറ്റുള്ളിടത്ത് ചിലയിടത്തൊക്കെ താമ്രവർണി എന്ന നദിയോ അല്ലെ കൃതമാലയോ പയസ്വിനിയോ ഒഴുകുന്ന തീരങ്ങളിലൊക്കെ ചിലയിടത്ത് കുറച്ച് ഭക്തന്മാർ മറ്റു ദേശങ്ങളിൽ ഉണ്ടായേക്കാം. എന്നാലും കൂടുതലും ഇവിടെ തന്നെയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ചില ദിക്കിൽ ചില ഭക്ഷ്യങ്ങൾ നന്നായിട്ട് തളിർത്ത് പൂത്ത് കായ്ച്ച് ഫലം ഉണ്ടാകും. ചിലയിടത്ത് ചില ചെടികൾ പിടിക്കില്ല. എത്രയായാലും നമുക്ക് തന്നെ അറിയാം. എത്രയോ ചെടികൾ നമ്മൾ മാറി മാറി വെച്ച് നോക്കും. ചില ദിക്കിൽ വളരുന്ന പോലെ മറ്റെവിടെ ദേശത്തും വളരണം എന്നില്ല. അതേപോലെയാണ് ഈ ഭക്തി ഈ ദേശത്തിലുള്ളവർക്കാണ് കൂടുതൽ വളർന്നു വരുന്നത്, അല്ലാത്തവർക്ക് ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഇന്ന ദേശത്തിലുണ്ടായാലാണ് മനസ്സിന് സുഖം എന്ന് തോന്നുന്ന അനുഭവം പലർക്കും ഉണ്ടാകും. അത് സ്ഥലവിശേഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ്. ക്വചിത് ക്വചിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശാം താമ്രവർണീ നദീയത്ര കൃതമാലാ പയസ്വിനി. ക്വചിത് ക്വചിൻ മഹാരാജ ദ്രവിഡേഷു ച ഭൂരിശാം താമ്രവർണീ നദീയത്ര കൃതമാലാ പയസ്വിനി. കാവേരീ ച മഹാപുണ്യാപതീചീ ച മഹാനദീ യേ പിബന്തി ജലം താസാം മനുജാ മനുജീശ്വരാ. പ്രായോ ഭക്താഹം ഭവിഷ്യന്തി വാസുദേവ അമലാശയാഹം. കാവേരീ ച മഹാപുണ്യം, മഹാപുണ്യ നദിയായ കാവേരി നദി. പ്രതീച മഹാനദി, പടിഞ്ഞാട്ടൊഴുകുന്ന മഹാനദി. ഏ പിബന്തി ജലം, അതിലെ വെള്ളം ആരാണോ കുടിക്കുന്നത്, താസാം മനുജാഹ, ആ മനുഷ്യർ. ഹേ മനുജേശ്വര സംബോധനയാണ്. പ്രായോ ഭക്ത ഭവിഷ്യം, മിക്കവാറും ഭക്തന്മാരായിട്ട് ഭവിക്കും. വാസുദേവനിൽ നിർമ്മലമായ ആശയം ഉള്ളവരായ അവർ അങ്ങനെ തന്നെ ഭക്തൻ. അപ്പൊ ചില ദിക്കിലുള്ള ആൾക്കാരുടെ മാഹാത്മ്യത്തെ ഒന്നുകൂടി എടുത്തു പറയാം. ഒന്ന് കാവേരി, പടിഞ്ഞാട്ടൊഴുകുന്ന മഹാനദി. അതിലെ വെള്ളം കുടിക്കുകയും അതിൽ കുളിക്കുകയും ഒക്കെ ചെയ്താൽ അവരുടെ അന്ധക്കരണം പരിശുദ്ധമായി തീരും. ചില നദിയിലെ വെള്ളത്തിന് ശുദ്ധീകരിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അങ്ങനെ അന്ധക്കരണം ശുദ്ധമായാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ നദികൾ എടുത്ത് വർണ്ണിക്കാൻ കാരണം. ജലം മനുഷ്യരുടെ സൗഖ്യത്തിന് ഏറ്റവും വലിയൊരു ഉപകരണമാണ് വെള്ളം. ഗംഗാജലത്തിൽ ഒരു വിഷവുമില്ലെന്നും ഏതുമാതിരി വിഷമുണ്ടെങ്കിലും അത് ആ ജലം ഇല്ലാതാക്കി കളയും എന്ന് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾക്ക് പരീക്ഷിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ചില ജലം രോഗമുണ്ടാക്കാൻ പര്യാപ്തവുമാണ്, അതും നമുക്കറിയാം. അതുകൊണ്ട് നദീജലങ്ങൾക്ക് ഉള്ളിലുള്ള അന്ധക്കരണങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഘോരമായ ദുർവാസനകളെ മാറ്റിയെടുത്ത് നന്നാക്കിയെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഈ നദിയിലെ വെള്ളം മാത്രമല്ല, ചില ദിക്കിലെ ഭക്ഷണ ദ്രവ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചില ദിക്കിലുണ്ടാകുന്ന ഭക്ഷ്യങ്ങൾ ആകുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ എളുപ്പനിശാ തരും. ചില ദിക്കിൽ അത് ലഭിക്കുകയില്ല. കാരണം സസ്യഭോജികളായ ജന്തുക്കൾ പുലി മുതലായ മാംസഭോജികളായ മൃഗങ്ങളെയും നോക്കി അറിയാം. അവർക്കൊക്കെയും ഈ സ്വഭാവത്തിന്റെ വൈകല്യവും പൂർണ്ണതയും നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് കാവേരി മുതലായ നദിയുടെ തീരത്ത് ചില പുണ്യനദികൾ അതിന്റെ തീരത്ത് വസിക്കുന്നവർക്ക് വളരെ എളുപ്പം ഭക്തി ഉണ്ടാവാൻ കാരണമാണ് എന്നിങ്ങനെ സ്ഥലത്തിന്റെയും നദിയുടെയും വെള്ളത്തിന്റെയും മഹാത്മ്യം കലിയുഗത്തിൽ ഏറ്റവും അനുഭവിച്ചറിയുന്നവരാണ്.
കാവേരീ ച മഹാപുണ്യാ പ്രതീജീ ച മഹാനദീ യേ പിബന്തി ജലം താസാം മനുജാമനുജീശ്വരാം പ്രായോ ഭക്താ ഭവിഷ്യന്തി വാസുദേവേ നരാശയാം കാവേരീ ച മഹാപുണ്യാ പ്രതീജീ ച മഹാനദീ യേ പിബന്തി ജലം താസാം മനുജാമനുജീശ്വരാ പ്രായോ ഭക്താ ഭവിഷ്യന്തി വാസുദേവേ നരാശയാം. സാറേ, പ്രായോ ഭക്ത ഭഗവതി എന്നാ. പ്രായോ ഭക്ത ഭഗവതി വാസുദേവ്യാമലാശയാണ്. ആ അല്ല, ഭവിഷ്യന്തിയാണ്. ആ ഭഗവതി പറ്റിയല്ല. ഇല്ല, പ്രായോ ഭക്ത ഭവിഷ്യന്തി വാസുദേവ അമലാശയ. ഭവിഷ്യന്തി എന്ന പാഠം സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ക്രിയ ഉണ്ടാവില്ല. അല്ലെ ക്രിയാപദം കിട്ടുന്നത്. അതുകൊണ്ട് ഭവിഷ്യന്തി എന്നത്തെ അതാ നല്ലത്. ദേവർഷിഭൂതാപ്ത നൃഗണാം പിതॄണാം ച കിങ്കരോ നായമൃണീചരാജൻ പർവത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യകർത്തം. ദേവർഷിഭൂത ആപ്തനൃണാം പിതॄണാം, ദേവന്മാര്, ഋഷിമാര്, ഭൂതഗണങ്ങൾ, മനുഷ്യർ, പിതൃത്വം, ഇങ്ങനെയുള്ള 5 വിധത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്യണം. ദേവയജ്ഞമുണ്ട്, ഋഷിയജ്ഞമുണ്ട്, ഭൂതയജ്ഞമുണ്ട്, നൃയജ്ഞമുണ്ട്, പിതൃയജ്ഞം. ഈ 5 വിധത്തിലുള്ള യജ്ഞവും അനുഷ്ഠിക്കുന്നവർ ദേവ ഋഷി ഭൂത ആപ്തനൃണാം പിതॄണാം ന കിങ്കരോ നായം ഋണീചരാജൻ. അവൻ, ഹേ രാജാവേ, അവൻ ഋണി കടക്കാരൻ അല്ല. ഇത് 5 അനുഷ്ഠിക്കുന്നവരെ കടക്കാരാവില്ല, അവർക്കൊരു കടവും ഉണ്ടാവില്ല. ഈ 5 പേർക്കും കിങ്കരനുമല്ല. ന കിങ്കരോ നായം ഋണീചരാജൻ. കിങ്കരൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നവരാണ്, അങ്ങനെയുള്ളവരല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. സർവാത്മനായ ശരണം ശരണ്യം, സർവാത്മാവോടുകൂടി ശരണ്യനായ ആരെ ശരണം പ്രാപിക്കുന്നുവോ ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. കർത്താവെന്ന ഭാവത്തെ പരിഹരിച്ചു. കർത്തം വെച്ചാൽ കർത്തൃഭാവം എന്നർത്ഥം. കർത്തം എന്നൊരു വാക്ക് ഭാഗവതം ഉപയോഗിക്കുന്നുണ്ട്. കർത്തം പരിഹൃത്യ മുകുന്ദം ഗതഃ. കർത്താവെന്നുള്ള ഭാവത്തെ കളഞ്ഞിട്ട് മുകുന്ദനെ തന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ കർത്താവാണെന്നുള്ള ഭാവം അതോട് നശിക്കും. കാരണം ഞാനൊരു ഉപകരണം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ കരണമാണ്, ഞാൻ കർത്താവല്ല. ഞാൻ ഉപകരണമായതുകൊണ്ട് കർത്താവായ ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. പേന എൻ്റെ കയ്യിലൊരു ഉപകരണമാണ്, ഞാനാണ് അതിൻ്റെ കർത്താവ്. അതുകൊണ്ട് പേന കൊണ്ട് ഞാൻ എഴുതുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നതാണ് എഴുതാൻ പറ്റുന്നത്, പേനയ്ക്ക് വിചാരിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് കർത്തൃത്വമില്ലാത്തത് കൊണ്ട് മുകുന്ദപദത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് ബുദ്ധി ദൃഢമായി ഉറച്ചവനെയാണ് ഭക്തൻ എന്ന് വിളിക്കുന്നത്. ഒരു ഭക്തൻ എങ്ങനെ ആവണം എന്ന് ഭാഗവതം നിർദ്ദേശിക്കുക. ഞാനെന്ന ഭാവം ഇല്ലാത്തവൻ, കർത്തൃത്വഭാവന ഇല്ലാത്തവൻ, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സംസാര ദുഃഖത്തിൽ കിടന്നു വരികയുള്ളൂ. അതിൽ നിന്നും നിവൃത്തി കിട്ടാൻ ഭഗവത് പദത്തെ ആശ്രയിക്കാൻ ഈ കർത്തൃഭാവന ആദ്യം ഇല്ലാതാക്കണം. അതുകൊണ്ട് ദേവന്മാര്, ഋഷിമാര്, ഭൂതങ്ങൾ, അതിഥികൾ ഇവർക്കൊന്നും കിങ്കരനാവില്ല. ഞാനല്ല, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കലാണ്. അതുകൊണ്ട് ഞാൻ അതിന് കിങ്കരനല്ല. ഇവരെ പൂജിക്കാനുള്ള ഈ പഞ്ചയജ്ഞങ്ങൾ
ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിനോട് ബന്ധമില്ല. എന്നെക്കൊണ്ട് ചെയ്യിക്കലാണ് ഇതെല്ലാം. ഞാനിതിന്റെ കർത്താവല്ല, ഞാൻ ഇതിന്റെ കരണമാണ്, ഉപകരണമാണ്. ഞാൻ അതുകൊണ്ട് കടക്കാരനല്ല, ഒരു കടവും എനിക്ക് വിൽക്കാനില്ല. ഞാൻ എപ്പോഴും ഓരോ പ്രവർത്തികളും പ്രവർത്തിക്കുന്നത് പ്രാണികളെയും സമസ്ത ജീവജാലങ്ങളെയും ആരാധിച്ചുകൊണ്ട് ഈശ്വരാരാധന ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ഈ ഭക്തിജ്ഞാനങ്ങൾ ഉള്ളവന്റെ വംശപിതാക്കന്മാർക്ക് കൂടി ഗതിയുണ്ടാകും എന്ന് ഭാഗവതം ബോധ്യപ്പെടുന്നുണ്ട്. വിഷ്ണുവിന്റെ പ്രഭാതം കിട്ടിയാൽ എല്ലാ പ്രഭാതവും അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാളെ ആരാധിച്ചാൽ മതി, എല്ലാ ആരാധനകളും അതിൻ്റെ അകത്ത് വരും. വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ ഓരോ ശാഖോപശാഖകളും കിളിർത്തു വരുന്നത് പോലെയാണ് ഇത്. ദേവർഷിഭൂതാത്മനൃണാം കിങ്കരോനായമണീതരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃതകർത്തം. ദേവർഷിഭൂതാത്മനൃണാം പിതॄണാം കിങ്കരോ നായമണീതരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃതകർത്തം. പഞ്ചയജ്ഞം എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു വിശദീകരണം കൂടെയാണ് അതെ അതെ ഈ ഒരു ശ്ലോകം. ഇതുവരെയും കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല. ഇതൊക്കെ ചെയ്തു പോയിരുന്നു എന്നുള്ളത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച്. അതെ അതെ, അത് ഇപ്പം ഇത് വളരെ വ്യക്തമായി സാർ ഇതിനകത്ത്. എന്തുകൊണ്ടാണ്? കാരണം കർത്തൃത്വബോധം ഇല്ലാതാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായെങ്കിലേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. ഭക്തി ഉണ്ടാകും, മുകുന്ദനെ പ്രാപിക്കാനും സാധിക്കും. അത് വ്യക്തമാണ്. രഘു സാറേ പറഞ്ഞു. ഞാൻ സാറിനോട് ഈ ശബ്ദത്തിൽ നിന്നും കർത്തം എന്നുള്ള ശബ്ദം കർത്ത ഇതി ഭാവഹ കർത്തഹ അങ്ങനെയാണോ സാറേ? എങ്ങനെ ഇത്? അല്ല, അത് വ്യാകരണ നിയമം അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അതാ ചോദിച്ചത്. ഇത് കാരണം കർത്താരം എന്ന് വരേണ്ടതാണ് കർത്താവിന് എന്നുള്ളത്. ഇവിടെ ഇപ്പൊ കർത്താവ് എന്ന ഭാവത്തെ കൂടിയവനെ എന്നുള്ള അർത്ഥത്തിലല്ലേ പ്രയോഗിച്ചിരിക്കുന്നത്? നിയമം അനുസരിച്ചിട്ട് അതിന് പ്രത്യേകം വെച്ച് രൂപം ഉണ്ടാക്കാൻ പറ്റില്ല. രൂപം അല്ല. അദ്ദേഹം അങ്ങ് പ്രയോഗിച്ചതാണ്. നമുക്കത് സാധൂകരിക്കാനേ പറ്റുള്ളൂ. ഇതുവരെ നിയമം കണ്ടില്ല. കർത്തം എന്നൊരു പദം വ്യാകരണ ശാസ്ത്ര നിയമം അനുസരിച്ച് യോജിക്കില്ല. വ്യാകരണത്തിന് അതീതമാണല്ലേ സാർ ഇത്? അതെ, അപ്പുറത്ത് വ്യാകരണ നിയമങ്ങൾക്കെല്ലാം അതീതമാണ്. പിന്നെ അതിന്റെ അപ്പുറത്താണ് ജാഫൻ. സാധാരണ പ്രയോഗത്തിൽ വരാത്തൊരു വാക്കാണ് കർത്തം എന്നുള്ള വാക്ക്. സംശയം തോന്നി. കർത്തൃത്വം കർത്താവ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കർത്തം എന്ന് ഉപയോഗിക്കാറില്ല. കൃത്യം ഉപയോഗിക്കാറുണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി കർത്താരം ഉള്ളതിന് പകരമാണോ അതെ അതെ അതെ, അത് പകരം ഉപയോഗിച്ചായിരിക്കും ഒരു വാക്ക്. ശരി സാറേ. പൂന്താന എഴുതിയിട്ടില്ല കലിയുഗത്തില് ഭാരതഭൂമിയിൽ ഒരു പുല്ലായി പിറന്നാ മതി എന്ന്. മനുഷ്യരായി ജനിച്ചു, ഈ സ്വാമിയാർ മഠത്തിന്റെ സമീപത്ത് താമസിക്കുന്നു, സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. അല്ല, അത് സാറേ, അത് നമുക്ക് നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യമല്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ കാര്യം, ഒരു വലിയ നിയോഗമല്ലേ. അതെ അതെ അതെ, നമ്മള് കലിയുഗത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇപ്പഴാണത് പറ്റിയത്. അത് ഇതിന്റെ ഒരു മഹത്വമാണ്, അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. ഒരു പുല്ലായി ജനിച്ചാ മതി പുണ്യമാന്ന് പറയുമ്പോ നമ്മള് വിവേകബുദ്ധിയുള്ള മനുഷ്യരായിട്ട് ജനിക്കുന്നു. അത് ഹിന്ദു ധർമ്മത്തിൽ തന്നെ വന്ന് ജനിക്കുന്നു. ഇതൊക്കെ പഠിക്കാനും അറിയാനും പറ്റുന്നു. അതെ, വേറൊരു ധർമ്മത്തിൽ നിന്ന് നമ്മൾ ജനിച്ചാൽ ഇത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ഒരുപാട് കടമ്പകളും പ്രശ്നങ്ങളും ഉണ്ട്. പറ്റാറില്ല. ഇതിപ്പോ അനായാസമായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ വന്നാ മതി, വേറൊരു പ്രശ്നമില്ല. സാധാരണ നമ്മൾ കലിയുഗത്തെ ഒരു മോശമായ യുഗമായി. അതെ അതെ അതെ, പക്ഷെ ഭാഗവതം അതിനെതിരാക്കിയത് അതാണ്. കലിയുഗത്തെ ഏറ്റവും സുഹൃതമായിട്ടുള്ള കാലമായിട്ട് പ്രകീർത്തിച്ചിരിക്കുന്ന ഇവിടെ അതല്ലേ ഉപനാനം, യുഗങ്ങളിൽ നന്നു കലിയുഗം എന്ന്. ഇത് തന്നെയായിരിക്കും പറഞ്ഞത്. തീർച്ചയായിട്ടും ഭാഗവതൊക്കെ നന്നായിട്ട് തന്നെയായിരിക്കും പറഞ്ഞത്. കാരണം നമ്മളെ ദ്വാപരയുഗം ത്രേതായുഗം ഒക്കെ കേൾക്കുമ്പോഴേ അന്നത്തെ ആൾക്കാരെല്ലാം
വളരെ ഭക്തന്മാരും ഭക്തന്മാരും ഈശ്വരനോട് അടുത്തവരുമായിരുന്നു. പക്ഷേ ഈശ്വരനെ അറിയാൻ ഏറ്റവും നല്ല യുഗം ഇത് തന്നെയാണെന്ന് ഇവിടെ വേദവ്യാസൻ തന്നെ. അതാണ് പൂന്താനം പറഞ്ഞത്, കാലമെന്നു കലിയുഗമല്ലയോ ഭാരതമീ പ്രദേശവുമല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, അതും കൂടെ പറയുന്നുണ്ട്. നരന്മാർ ചെയ്യേണ്ടതാണല്ലോ ഇതൊക്കെ. ഭാഗവതത്തെ അവലംബിച്ച് തന്നെ ആയിരിക്കും അങ്ങനെ പറഞ്ഞത്. അതെ തീർച്ചയാണ്. കാരണം ഈ പൂന്താനത്തിന്റെ ഇത് ജ്ഞാനപ്പാനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു സർവ്വ വേദാന്ത സാരമാണ്. ഭാഗവത ധർമ്മം മുഴുവൻ അതിനകത്ത് വരുന്നുണ്ട്, മുഴുവനുണ്ട്. വളരെ സരളമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇത്രയും എന്താ വിസ്തരിച്ചും വളരെ പ്രൗഢമായിട്ടും അല്ല പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കാരണം മാലിന്യം കൂടുതലുള്ള യുഗത്തിലാകുമ്പോൾ അതിനെ കഴുകിക്കളയാനുള്ള മാർഗവും വളരെ എളുപ്പമാണ്. അതും ഉണ്ടാകും. അതാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ഇതുവരെയും ഉത്തരേന്ത്യൻ നദികളെ, ഗംഗ അതുപോലെ സരസ്വതി, അതേമാതിരിയുള്ള നദികളെ ആയിരുന്നു ഇതുവരെയും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് അതായത് ഒരുപക്ഷെ അന്നും ദ്രാവിഡദേശത്തെ അതായത് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ള ആ ഒരു ഡിവിഷൻ അന്നും ഒരു പക്ഷേ ഉണ്ടായിരുന്നായിരിക്കും. ഉണ്ട്, ദേശങ്ങളുടെ ഭേദം ഉണ്ടെന്ന് തന്നെ പറഞ്ഞല്ലേ. കാരണം ഓരോ ദേശങ്ങളിലും ഓരോന്നും ഉണ്ടാവുകയും വളരുകയും ചെയ്യുന്നത് ദേശത്തിന്റെ നദിയുടെയും മാഹാത്മ്യം കൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചല്ലോ. ദക്ഷിണേന്ത്യൻ നദികൾക്കും ദക്ഷിണേന്ത്യക്കും ഇവിടെ എന്താ പറയുക വളരെ. അതെ, കലിയുഗത്തിൽ ദക്ഷിണേന്ത്യയിലാണ് ഭക്തന്മാർക്ക് കൂടുതൽ സ്ഥാനമുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ശബരിമല തന്നെ ഭക്തന്മാർ ഇടിച്ചു കയറുന്നത് ദക്ഷിണേന്ത്യയിലാ, വേറെ ഇത്രയും വരുന്നില്ല. അതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. സ്വപാദമൂലം ഭജത പ്രിയത്യക്ത അന്യഭാവസ്യ ഹരിപരേശാം വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് നോതി സർവം ഹൃദി സന്നിരുത്താം. സ്വപാദമൂലം ഭജത, തന്റെ പാദമൂലത്തെ ഭജിച്ചുകൊണ്ട് പ്രിയനായിരിക്കുന്ന പ്രിയനായ ഭക്തന് ത്യക്ത അന്യഭാവസ്യ ഹരിപരേശ, അന്യഭാവത്തെ ഉപേക്ഷിച്ചിരിക്കുന്ന തന്റെ ഭക്തന് പരേശനായ ഹരി വികർമ്മ യച്ച ഉത്പതിതം കഥഞ്ചിത് ഏതെങ്കിലും വിധത്തിൽ വികർമ്മം, കർമ്മത്തിന്റെ ദോഷം അത് ഉത്പതിതം വന്നു ചേർന്നു എങ്കിൽ ആ പരേശനായ ഹരി ഹൃദയത്തിൽ സന്നിവിഷ്ട ഇരുന്നു കൊണ്ട് സർവം ധുനോതി, എല്ലാത്തിനെയും നശിപ്പിക്കും. അത് ഈ കലിയുഗത്തിന്റെ മഹത്വമാണ്. വിഹിതങ്ങളായ എല്ലാ കർമ്മബന്ധങ്ങളും ഈ കലിയുഗത്തിൽ വേർപെട്ട് കിട്ടും. അത് വളരെ എളുപ്പമാണ്. മറ്റൊരു ഭാവവും ഇല്ലാതെ കണ്ട് ഭഗവാനെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് ഭഗവത് കാരുണ്യത്തിന് പാത്രീഭവിച്ച് ധ്യാനിച്ചാൽ അവന്റെ ഉള്ളിൽ ഭഗവാൻ അധിഷ്ഠാനം ചെയ്ത് അവന്റെ പ്രവൃത്തികളെ നന്നാക്കി മാലിന്യങ്ങളെ ഇല്ലാതാക്കി ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഈ കലിയുഗത്തിന്റെ മഹാത്മ്യമാണ്. വികർമ്മ യച്ച ഉത്പതിതം കഥഞ്ചിത്, ഏതെങ്കിലും തരത്തിൽ വന്നുയർന്ന വികർമ്മങ്ങളെ ഒക്കെ ധുനോതി, മാറ്റിക്കരുത്. ഹൃദി സന്നിവിഷ്ട, ഉള്ളിലിരുന്നു കൊണ്ട്. അതുകൊണ്ടാണ് ഈ പ്രായശ്ചിത്തം പോലും ഒരു ഭക്തി തന്നെയാണ്. പ്രായശ്ചിത്ത കർമ്മം ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് ബോധ്യപ്പെടുകയും ആ തെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള സദ്ഭാവത്തിലേക്ക് മനസ്സിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ അതാണ് പ്രായശ്ചിത്തം. ചിത്തം, പ്രായഹത്തിൽ മിക്കവാറും ചിത്തം മനസ്സ് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക, ഈ തെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അതാണ് പ്രായശ്ചിത്തം. അങ്ങനെ ഒരു പ്രായശ്ചിത്ത കർമ്മവും ഭക്തി തന്നെയാണ്. മറ്റൊരു കർമ്മവും അതിന് ആവശ്യമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനുണ്ട്. പക്ഷേ അത് അറിഞ്ഞവനാണെങ്കിൽ ഭഗവാൻ അവന് ആ ഭഗവാന്റെ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവരുടെ ഉള്ളിലുണ്ട്.
പക്ഷെ നമ്മൾക്ക് ഉള്ളിലുണ്ട് എന്നൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മെക്കൊണ്ട് അത് തന്നെ പ്രവർത്തിക്കും. അതില്ലെങ്കിൽ ഇല്ല. വാതുക്കെ ചെന്ന് നിന്നാൽ പോരാ, ബെല്ലടിച്ച് മുട്ടി വിളിച്ചെങ്കിൽ മാത്രമേ ഇറങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ അതിന് വരില്ലല്ലോ. ഒരു ദിവസം മുഴുവൻ വീടിന്റെ വാതുക്ക് പോയി നിൽക്കുക, എന്താ വിശേഷം? എന്ത് ചെയ്യണം? ഒന്നുകിൽ കോളിംഗ് ബെല്ലടിക്കണം, അല്ലെങ്കിൽ അവിടെ പൊട്ടി വിളിക്കണം, അപ്പോഴേ ഇറങ്ങി വരുള്ളൂ. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലെയാണ് ഉള്ളിലുള്ള ഭഗവത് സ്വരൂപത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അത് കലിയുഗത്തിന്റെ ഒരു മഹത്വം. സ്വപാദമൂലം ഭജത പ്രിയഫ്യ ത്യക്ത അന്യഭാവഫ്യ ഹരിപരേശാം വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദിസന്നിവിഷ്ടാം. സ്വപാദമൂലം ഭജത പ്രിയഫ്യ ത്യക്ത അന്യഭാവഫ്യ ഹരിപരേശാം വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദിസന്നിവിഷ്ടാം. ഇത്രയും കഴിഞ്ഞപ്പോൾ നാരദ ഉവാച. നാരദൻ പറയുന്നു, ബ്രഹ്മാൻ ഭാഗവതാനിത്തം ശ്രുത്വാഥമിതിരേശ്വരാം ജായന്തേ യാൻ മുനിൻ പ്രീതഃ സോപാധ്യായോ ഹ്യപൂജയത്. ധർമാൻ ഭാഗവതാൻ, ഭാഗവത ധർമ്മങ്ങളെയാണ് തുടങ്ങിയത്. അവിടെ മുതൽ ഇത്തം ശ്രുത്വ, ഇങ്ങനെ കേട്ടിട്ട്, അഥ അനന്തരം മിഥിലേശ്വരനായ രാജാവ് ജായന്തേയാൻ മുനീൻ, ജയന്തിയുടെ പുത്രന്മാരായ മുനിമാരെ. ജായന്തേയന്മാർ എന്ന് വെച്ചാൽ ജയന്തിയുടെ പുത്രന്മാർ. ജയന്തി എന്ന വാക്കിൽ നിന്നുണ്ടായ വാക്കാണ് ജായന്ത. ജായന്തേയന്മാരായ മുനിമാരെ, അതായത് ഈ 9 വിധത്തിൽ യദുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ 9 ഋഷിമാർ, നവയോഗികൾ, അവരെ ഒരു പ്രീത, സന്തുഷ്ടനായിട്ട് സോപാധ്യായോഹി അപൂജയത്, ഉപാധ്യായന്മാരോട് കൂടി തന്റെ രാജധാനിയിലുള്ള ഗുരുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സന്തുഷ്ടനായിട്ട് പൂജിച്ചു എന്ന് നാരദൻ പറയാം. ധർമാൻ ഭാഗവതാനി സംസുത്വാഥമിഥിലേശ്വരാം ജായന്തേയൻ മുനിൻ പ്രീത സോപാധ്യായോഹ്യപൂജയത്. ധർമാൻ ഭാഗവതാനി സംസുത്വാഥമിഥിലേശ്വരാം ജായന്തേയൻ മുനിൻ പ്രീത സോപാധ്യായോഹ്യപൂജയത്. തതോന്തർബധിരേ സിദ്ധാ സർവലോകസ്യവശ്യതാം രാജാ ധർമാനുപാതിഷ്ഠൻ അവാപപരമം ഗതിം. തതോ അന്തർബധിരേ, അപ്പോൾ അന്തർധാനം ചെയ്തു, സിദ്ധാഹ, നവയോഗികളായ സിദ്ധന്മാർ, സർവലോകസ്യ പശ്യത, എല്ലാ ലോകത്തിലുള്ളവരും നോക്കിക്കൊണ്ടിരിക്കെ ഈ നവയോഗികൾ അന്തർധാനം ചെയ്തു. രാജ ധർമാനുപാതിഷ്ഠൻ അവാപ പരമാം ഗതി. രാജാവാകട്ടെ ധർമാൻ ഉപാധിഷ്ഠൻ അവാപ, ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട്, ധർമാൻ ഉപാധിഷ്ഠൻ അവാപ, പ്രാപിച്ചു പരമാം ഗതി. കവി മുതലായ ഈ മഹായോഗികൾ എല്ലാവരും നോക്കി നിൽപ്പ് അന്തർധാനം ചെയ്തപ്പോൾ നിമി രാജാവ് ഈ ഭാഗവത ധർമ്മത്തിൽ ആ 9 പേരും ഉപദേശിച്ച ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ലോകം ഉപേക്ഷിച്ച് പരമമായി മുക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞ കഥ പൂർത്തീകരിച്ചു. തതോ അന്തർബദ്ധേ സിദ്ധാ സർവലോകസ്യവശ്യതാം രാജാ ധർമാനുപാതിഷ്ഠൻ അവാപ പരമം ഗതിം. തതോ അന്തർബദ്ധേ സിദ്ധാ സർവലോകസ്യവശ്യതാം രാജാ ധർമാനുപാതിഷ്ഠൻ അവാപ പരമം ഗതിം. ത്വമപ്യേതൻ മഹാഭാഗധർമ്മൻ ഭാഗവതൻ ശ്രുതാൻ ആസ്ഥിത ശ്രദ്ധയായുക്തോ നിസ്സംഗോ യാശുഭേ പരം. ത്വമഭി ഏതാൻ ഭാഗവതൻ ധർമ്മൻ ശ്രുത്വ, ഹേ രാജാവേ, അങ്ങും ഈ ഭാഗവത ധർമ്മത്തെ കേട്ടിട്ട് ശ്രദ്ധയായുക്തോ, ശ്രദ്ധയോടുകൂടി
ആസ്ഥിത അനുഷ്ഠിക്കുന്നവനായിട്ട് നിസ്സംഗ യാഫിഭേ പരമം നിസ്സംഗനായിട്ട് പരമമായ ഗതിയെ പ്രാപിക്കുന്നു. ഈ ഭാഗവത ധർമ്മങ്ങൾ യദുരാജാവ് കേട്ട് മുക്തി അടഞ്ഞതുപോലെ അങ്ങേക്കും ഈ കഥ കേട്ടാൽ പരമമായ മുക്തി പ്രാപിക്കാൻ കാരണമായി തീരും. ത്വമപ്യേതാൻ മഹാഭാഗ ധർമാൻ ഭാഗവതാൻ ശ്രുതാൻ ആസ്ഥിത ശ്രദ്ധയായുക്തോ നിസ്സംഗോ യാഫ്യുഹേ പരം. ത്വമപ്യേതാൻ മഹാഭാഗ ധർമാൻ ഭാഗവതാൻ ശ്രുതാൻ ആസ്ഥിത ശ്രദ്ധയായുക്തോ നിസ്സംഗോ യാഫ്യുഹേ പരം. യുവയോ ഖലു ദമ്പത്യോർ യശഭാപൂരിതം ജഗത് പുത്രതാമഗാത് യദ്വാം ഭഗവാൻ ഈശ്വരോ ഹരി. യുവയോഹോ നിങ്ങൾ രണ്ടുപേരുടെയും ഖലു തീർച്ചയായിട്ടും ദമ്പത്യോഹു യശഫ ദമ്പതിമാരുടെ യശഫ് കൊണ്ട് ജഗത്ത് പൂരിതം ജഗത്ത് നിറഞ്ഞിരിക്കുകയാണ്. വസുദേവ നാരദ സംവാദത്തിലാണ് കഥ ഈ പറയുന്നത്. നാരദൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുടെയും വസുദേവരുടെയും ദേവകിയുടെയും യുവയോഹോ ദമ്പത്യോ നിങ്ങളാകുന്ന ദമ്പതിമാരുടെ യശഫ് കൊണ്ട് ഈ ജഗത്ത് നിറഞ്ഞിരിക്കുന്നു. എന്ന കാരണം പുത്രതാം അഗമത് പുത്രനായിട്ട് ജനിച്ചില്ലേ ഭഗവാൻ. യത് വാം ഭഗവാൻ ഈശ്വരോ ഹരി നിങ്ങൾക്ക് ഈശ്വരനായ ഭഗവാൻ ഹരി പുത്രനായിട്ട് ജനിച്ചില്ലേ. ഇതിൽ എന്തൊരു ഭാഗ്യമാണ് വേണ്ടത്. അതുകൊണ്ട് അങ്ങേക്ക് വാസ്തവത്തിൽ ഈ ഉപദേശം ആവശ്യമില്ല, കാരണം ഭഗവാന്റെ പിതാവാണ്. എങ്കിലും പരമേശ്വരനായ സാക്ഷാൽ ഭഗവാൻ ദമ്പതിമാരായ നിങ്ങൾക്ക് പുത്രനായിട്ട് അവതരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കീർത്തി ലഭിച്ചു. ഇപ്പോൾ ഇതാ ഈ നാരദ മഹർഷിയായ ഞാൻ ഈ കഥ നിങ്ങൾക്ക് ഉപദേശിച്ച് കേട്ടു. യുവയോ ഖലു ദമ്പത്യോർ യശഫാപൂരിതം ജഗത് പുത്രതാമഗമത് യദ്വാം ഭഗവാൻ ഈശ്വരോ ഹരി. യുവയോ ഖലു ദമ്പത്യോർ യശഫാപൂരിതം ജഗത് പുത്രതാമഗമത് യദ്വാം ഭഗവാൻ ഈശ്വരോ ഹരി. ദർശനാലിംഗന ആലാപേ ശയനാഭന ഭോജനേ ആത്മാവാം പാവിതകൃഷ്ണേ പുത്രസ്നേഹം പ്രകുർവതോ. ഇത് മാത്രവുമല്ല, നിങ്ങൾക്കുണ്ടായ ഒരു ഭാഗ്യം ദർശന ആലിംഗന ആലാപേ കാണാൻ പറ്റും, ആലിംഗനം ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ശയന ആസന ഭോജനേ ഒന്നിച്ച് കിടക്കാൻ പറ്റും, ഒന്നിച്ചിരിക്കാൻ പറ്റും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. ആരുമായിട്ട്? ഭഗവാനോട്. യഥാർത്ഥ ലോകത്തിൽ ഒരാൾക്കും ലഭിച്ചിട്ടില്ല. ഭഗവാൻ എത്രയോ ദൂരെയാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിലാണ്. തപസ് കൊണ്ട് വല്ലപ്പോഴും ഒരു സ്വരൂപം ഒരു നിമിഷത്തേക്ക് കണ്ടെന്ന് വരാം, കണ്ടില്ലെന്ന് വരാം. ആ ഭഗവാൻ ഒരായുസ് മുഴുവൻ നിങ്ങളുടെ പുത്രനായിട്ട് ജനിച്ച് നിങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം, നിങ്ങൾക്ക് ആലിംഗനം ചെയ്യാം, നിങ്ങൾക്ക് പരസ്പരം സംഭാഷണം ചെയ്യാം, നിങ്ങൾക്ക് കൂടെ കിടക്കാം, നിങ്ങൾക്ക് ഒന്നിച്ചിരിക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. ആത്മാവാപാവിത നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധമായിരിക്കും. കൃഷ്ണയെ പുത്രസ്നേഹം പ്രകുപതോ കൃഷ്ണനിൽ നിങ്ങൾ കാണിച്ച ഈ പുത്രസ്നേഹം ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ അന്ധക്കരണം പരിശുദ്ധമായി മാറിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ അന്ധക്കരണം പരിശുദ്ധമാവുകയുള്ളൂ. പുത്രസ്നേഹവും ലാളനയും ഒക്കെ നിങ്ങൾ ഭഗവാനിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുത്രസ്നേഹമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് ഭഗവാനാണെന്ന് നിങ്ങൾ ചിലപ്പോഴൊക്കെ അറിയാറുള്ളൂ, പലപ്പോഴും അറിയാറില്ല. അറിയാതെ ആണെങ്കിലും ഇത് ചെയ്താൽ അതിന്റെ ഫലം കിട്ടും. അറിയാതെ കണ്ട് തീയിൽ കൈ തൊട്ടാലും കൈകൊള്ളും, അറിഞ്ഞുകൊണ്ട് തൊട്ടാലേ കൊള്ളാവൂന്നില്ല. കത്തി നിൽക്കുന്ന ദീപത്തിലേക്ക് അറിയാതെ ഒന്ന് കൈ തൊട്ടാൽ പൊള്ളിയെന്ന് വരും, അറിഞ്ഞുകൊണ്ട് തൊട്ടാലും കൊള്ളും. അത് തീയുടെ സ്വഭാവം അതാണ്. അതുകൊണ്ട് ഞങ്ങളിത് അറിയാതെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാതാണെങ്കിലും അതിന് ഫലം ലഭിക്കരുത്. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മങ്ങൾ
അന്ധകരണത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനോടുള്ള സംസർഗം കൊണ്ട് നിങ്ങളുടെ സകല ദോഷങ്ങളും മാറി അന്ധകരണം സംശുദ്ധമായി നിങ്ങൾക്ക് മോക്ഷമെന്ന പദവിയിലേക്ക് എത്താൻ പര്യാപ്തമായിരിക്കുന്നു എന്ന് ഈ നിങ്ങളുടെ കൃഷ്ണമാതാപിതാക്കളായുള്ള ജനനത്തിന്റെ മഹത്വത്തെ, മാഹാത്മ്യത്തെ ഒന്നുകൂടി നാരദ മഹർഷി അവിടെ പ്രകീർത്തിച്ചു. ദർശന ആലിംഗനാലാപേശനാഭന ഭോജനൈ ആത്മാവാം പാവിത കൃഷ്ണേ പുത്രസ്നേഹം പ്രകുർവതോ. ദർശന ആലിംഗനാലാപേശനാഭന ഭോജനൈ ആത്മാവാം പാവിത കൃഷ്ണേ പുത്രസ്നേഹം പ്രകുർവതോ. വൈരേണയം നൃപതയ ശിശുപാലപൗണ്ഡ്ര ശാൽവാദയോ ഗതിവിലാസവിലോകനാദ്യൈ ധ്യായന്ത ആഗതധിയ ശയനാഫനാദോ തത്സാമ്യമാ പുരനുരക്തധിയം. വൈരേണ വൈരം കൊണ്ട് യം യാതൊരു ഭഗവാനെ നൃപതേഹ രാജാക്കന്മാർ ആരൊക്കെയാണ്? ശിശുപാലൻ, പൗണ്ഡ്രകൻ, സാൽവൻ മുതലായവർ ഭഗവാനെ വൈരം കൊണ്ട് ഗതി വിലാസ വിലോകനാത്തി, ഗതി യാത്ര, വിലാസങ്ങൾ, കളികൾ, വിലോകനം നോട്ടം ഇവകളെ കൊണ്ട് ശയന ഗതി വിലാസ വിലോകനാദ്യേഹി ധ്യായന്ത ധ്യാനിച്ചു. ആകൃതധിയ ഭഗവാങ്കൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടി, ആകൃതമായ ധിയോടുകൂടി ശയന ആസനാദവും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭഗവാൻ മാത്രം. ശത്രുതാഭാവത്തിലാണ്. ഏതു ഭാവത്തിലാണെങ്കിലും ആരെയാണ് ധ്യാനിക്കുന്നത്? ഭഗവാനെ. അതുകൊണ്ട് തത് സാമ്യം ആപുഹു ഭഗവാന് തുല്യരായി പ്രാപിച്ചു. അനുരക്തധിയാം പുനഃക്കിം ഭഗവാനോട് അനുരാഗമുള്ളവർക്ക് പിന്നെ പറയാനുണ്ടാവും. ഭഗവാനോട് വിരോധമുള്ളവർ പോലും ആ വൈരുദ്ധ്യ ചിന്ത മനസ്സിൽ നിന്ന് മാറാതെ ദൃഢമായി ഉറച്ച് അത് ഭക്തിയായി പരിണമിച്ചു. അതുകൊണ്ടാണ് വൈരാഗ്യഭക്തി, വിരോധഭക്തി, വിദ്വേഷഭക്തി എന്നൊക്കെ ഭക്തിക്ക് പിന്നെയും ഭേദപ്രഭേദങ്ങൾ വരാൻ കാരണം. ഈ പൗണ്ഡ്രക വാസുദേവനും ശിശുപാലനും ശാല്വനും ഒക്കെ വൈരം കൊണ്ടാണ് ഭഗവാനിൽ മനസ്സുറപ്പിച്ചത്. ഉറപ്പിച്ചു എന്നല്ല, ആ വൈരം കൊണ്ട് ദൃഢമാണ് ഭഗവാനിലേക്ക്. വൈരം ഉറച്ചുപോയതാണ്. ഉറച്ചുപോയ വൈരം, ആ വൈരാവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഭക്തിയായി പരിണമിച്ച് ഉള്ളിൽ തന്നെ നിൽക്കും. ഇത് അറിയാതെ കണ്ട് സംഭവിക്കാണ്. അതുകൊണ്ട് ആ ഭഗവാങ്കലേക്ക് ലയിച്ച അവർ ഭഗവത് തുല്യരായിട്ട് സാരൂപ്യം പ്രാപിച്ചു എന്ന കഥ നമുക്ക് ഭാഗവത്ത് ധാരാളം കേട്ടറിഞ്ഞവരാണ്. അതുപോലെ തന്നെ എന്ത് സായുജ്യമുക്തി കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഔഷധം ഏതു വിധത്തിൽ സേവിച്ചാലും ഗുണം കിട്ടുമല്ലോ. ഔഷധം സേവിക്കുന്നത് ഏതു മനോഭാവത്തോടെ ആണെങ്കിലും ഔഷധത്തിന് ഗുണം അത് ചെയ്യുകയും ചെയ്യും. അറിവോടും ആദരവോടുമാണ് സേവിക്കുന്നതെങ്കിൽ അത് മുമ്പ് തന്നെ കുറച്ചു നേരത്തെ തന്നെ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അതിനെ കഷ്ടപ്പെട്ടാണ് സേവിക്കുന്നതെങ്കിൽ മനസ്സിന് സുഖമില്ലെങ്കിലും ഫലം ഉണ്ടാകുന്നതായിരിക്കും. കയ്പുള്ള കഷായം കുടിക്കുമ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ടല്ല, പക്ഷെ അതെന്ത് ചെയ്യും? അതൊക്കെ ഫലം ചെയ്യും. മധുരമുള്ള കഷായം അങ്ങനെയല്ല. എന്തായാലും ഫലം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എതിർക്കുന്നവർക്ക് ഒത്തിരി അസഖ്യമായ വ്യാപാരങ്ങൾ ഭഗവാനോട് ചെയ്യേണ്ടി വരും, യുദ്ധം പോലും ചെയ്യേണ്ടി വരും. പക്ഷേ അവരുടെ ധ്യാനം കൊണ്ട് അവസാനം നല്ല ഫലമാണ് സിദ്ധിക്കുന്നത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് പിന്നെ പറയാനില്ല, അത് വളരെ എളുപ്പമാവും. അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഫലം ലഭിക്കുമെങ്കിൽ ഈ നിങ്ങളെപ്പോലെ അനുരാഗമുള്ളവർക്ക്,
നിങ്ങൾക്ക് ഭഗവാനോട് വൈരമല്ല അനുരാഗമാണ്. അങ്ങനെയുള്ള കാര്യം പിന്നെ പറയാനുമില്ലല്ലോ. വൈരേണയം നൃപതയാം ശിശുപാല പൗണ്ഡ്രസാഡ്വാദയോഗ വിലോകനാദ്യേ ധ്യായന്ത ആകൃതധിയ ശയനാഫനാദോ തത്സാമ്യമാപുരനുരഷ്ടധിയം പുനഃ. വൈരേണയം നൃപതയ ശിശുപാല പൗണ്ഡ്ര സാഡ്വാദയോഗ വിലോകനാദ്യേ ധ്യായന്ത ആകൃതധിയ ശയനാഫനാദോ തത്സാമ്യമാപുരനുരഷ്ടധിയം പുനഃ. മാമപത്യബുദ്ധിമകൃതാ കൃഷ്ണേ സർവാത്മനീശ്വരേ മായാമനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പരവ്യേ. മാ അപത്യബുദ്ധി അകൃതാഹ. അപത്യബുദ്ധി കൃത്യം, അപഥ്യമായ അപത്യം സന്താനമാണെന്നുള്ള ബുദ്ധിയെ, എന്റെ സന്താനമാണ് എന്നുള്ള ആ ഒരു ബുദ്ധിയെ പരമാത്മാവായ ഭഗവാനിൽ അപത്യബുദ്ധിം മാ അകൃതാഹ ചെയ്യരുത്. കാരണം ഇതൊരു പുത്രനാണ് എന്നുള്ള ഭാവന ഇനി വിട്ടുകളഞ്ഞു പോകും. കൃഷ്ണേ സർവാത്മനി ഈശ്വരേ, സർവാത്മാവായ ഈശ്വരനായ കൃഷ്ണനിൽ അപത്യബുദ്ധി മാ അർത്ഥ, അപത്യബുദ്ധിയെ ചെയ്യരുത്. മായാമനുഷ്യഭാവേന ഗുണ ഐശ്വര്യേ പരവ്യേ. മായാമനുഷ്യഭാവേന, മായ കൊണ്ട് മനുഷ്യഭാവം സ്വീകരിച്ച ഗൂഢ ഐശ്വര്യം, മറയ്ക്കപ്പെട്ട ഐശ്വര്യത്തോടുകൂടി പരമസ്വരൂപനായ അവ്യയനായ ഭഗവാനിൽ പുത്രഭാവത്തെ ഇനിയും നിങ്ങൾ മാറ്റിയെടുക്കണം. മനുഷ്യഭാവത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് ഈശ്വരഭാവന. അതുകൊണ്ട് പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ സാധാരണ പോലെയുള്ളൊരു പുത്രനാണെന്ന ഭാവം ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണം. നിയന്താവാണ് ഈശ്വരൻ, അവ്യയനാണ്, നിർവികാരനാണ്, മായ കൊണ്ട് ഒരു ശരീരം സ്വീകരിച്ചു വന്നതാണ് എന്നുള്ള ഭാവം ആണ് ഇനി നിങ്ങൾക്ക് ഭഗവാനിൽ ഉണ്ടാവേണ്ടത്. പുത്രഭാവമൊക്കെ എന്നേ കഴിയേണ്ട കാലം കഴിഞ്ഞിരിക്കും. മാപത്യബുദ്ധിമകൃതാ കൃഷ്ണേ സർവാത്മനീശ്വരേ മായാമനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പരവ്യേ. മാപത്യബുദ്ധിമകൃതാ കൃഷ്ണേ സർവാത്മനീശ്വരേ മായാമനുഷ്യഭാവേന ഗൂഢൈശ്വര്യേ പരവ്യേ. ഭൂഭാരാസുരരാജന്യഹന്തവേ ഗുപ്തയേ ഫതാം അവതീർണസ്യ നിർവൃത്തി യശോലോകേ വിതന്യതേ. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ഭൂഭാര അസുരന്മാർ രാജന്യഹന്തവേ, അസുരന്മാരായിരിക്കുന്ന രാജന്യന്മാരെ, രാജാക്കന്മാരെ ഹന്തവേ ഹനിക്കാനായിക്കൊണ്ട്, ഭൂഭാരാസുര രാജന്യ ഹന്തവേ അവരെ ഹനിക്കാൻ വേണ്ടി, ഗുപ്തയെ പദാം പത്തുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഗുപ്തി രക്ഷ ഗോപനം ചെയ്യുക, പദാം ഗുപ്തയെ സജ്ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനും. ഗീത പറയുന്ന അതേ ആശയമുണ്ട്. അവതീർണസ്യ അവതരിച്ച, നിർവൃത്തിയെ യശോ ലോകയെ വിതന്യത്തെ, നിർവൃത്തി ആനന്ദപ്രാപ്തിക്കായിക്കൊണ്ട് ലോകത്തിൽ ആ കീർത്തി പരത്തപ്പെടുന്നു. ഈശ്വരൻ എങ്ങനെ മനുഷ്യനാകും? ഈശ്വരൻ ഈശ്വരനല്ലേ, മനുഷ്യൻ മനുഷ്യനുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ മനുഷ്യനായി തീർന്നാൽ ഭൂതനാദികളെയൊക്കെ നശിപ്പിക്കുന്നതിൽ ആശ്ചര്യത്തിന് അവകാശമില്ലല്ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈശ്വരൻ മനുഷ്യനായിട്ടൊക്കെ ചെയ്യുന്നത്? അതിന്റെ മറുപടിയാണ്, ദുഷ്ടന്മാരായി രാജ്യപരിപാലനം ചെയ്യുന്ന ദുഷ്ടരാജാക്കന്മാർ കലിയുഗത്തിൽ വർദ്ധിച്ച് കിളിർത്തും മുകളിലേക്ക് വളർന്നു വരും. അവരെയൊക്കെ
ആ അസുരാംശത്തിൽ വന്ന് ജനിച്ചവരാകയാൽ അവരുടെ അക്രമത്തിൽ വിഷമിക്കുന്ന സജ്ജനങ്ങളെ രക്ഷിച്ച് ആ ദുഷ്ടരാജാക്കന്മാരെ ഇല്ലായ്മ ചെയ്യാൻ ആണ് ഭഗവാന്റെ അനുഗ്രഹം. ഇപ്പോൾ മനുഷ്യ സ്വരൂപമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് സാധിക്കാത്ത എത്രയോ അത്ഭുത കർമ്മങ്ങൾ ഭഗവാൻ ചെയ്യുന്നുണ്ട്. അതാണ് ലോകത്ത് കീർത്തി ഉണ്ടാക്കാൻ കാരണം. മനുഷ്യസഹജമായ കർമ്മങ്ങൾ അല്ല, അമാനുഷങ്ങളായ ഭഗവത് കൃത്യങ്ങളാണ് ലോകത്ത് കീർത്തി ഉണ്ടാക്കുന്നത്. അത് ആര് കീർത്തിക്കുന്നുവോ അവർക്ക് അന്ധകരണ ശുദ്ധിയും ജ്ഞാനവും ഉണ്ടാകും, ആനന്ദപ്രാപ്തി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഭൂഭാരാപുരരാജന്യഹന്തവേ കുത്തേ ഫതാം അവതീർണസ്യനുവർത്തി യശോ ലോകേ വിദന്യത്തെ. ഭൂഭാരാപുരരാജന്യ ഹന്തവേ കുത്തേ ഫതാം അവതീർണസ്യനുർവൃത്തി യശോ ലോകേ വിദന്യത്തെ. ശ്രീശുഗോപാല. ഇത്രയും നാരദൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിയും ശുഗനും രാജാവുമായിട്ടുള്ള കഥയിലേക്ക് പോവാണ്. ഏതത് ശ്രുത്വാ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീച മഹാഭാഗ ജഹതു മോഹമാത്മനാം. ഇപ്പോഴാണ് ശരിക്കും വസുദേവർക്ക് ഒരു ഉപദേശം കിട്ടുന്നത്. ഇതുവരെ ഉണ്ടായിട്ടില്ല, അതിന് സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം കണ്ണും കേട്ടും കൂടെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കുറെ അത്ഭുത കൃത്യങ്ങൾ, അല്ലാത്ത കൃത്യങ്ങൾ ഇതൊക്കെ കണ്ട് മകനാണെന്നും ഇടയ്ക്ക് കൂടെ നിൽക്കാനും ഇടയ്ക്ക് കൂടി ഒന്ന് മാറിപ്പോകാനും ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചു പോയി എന്നുള്ളതല്ലാതെ ഇത് കേട്ടിട്ട് മഹാഭാഗോ വസുദേവോ, മഹാഭാഗനായ വസുദേവൻ അതിവിസ്മിതനായി. ദേവകീച്ച മഹാഭാഗ്യവതിയായ ദേവകിയും ജഹദുഹു ഉപേക്ഷിച്ചു മോഹം ആത്മന, ഉള്ളിലുണ്ടായിരുന്ന മോഹത്തെ ഉപേക്ഷിച്ചു. ദേഹാദികളാണ് ഞാൻ, എൻ്റെ എന്നുള്ള അറിവില്ലായ്മ മനസ്സിൽ നിന്നും രണ്ടുപേരും മാറ്റി ഉപേക്ഷിച്ചു. ശരിയായ തത്വബോധം ഉള്ളിൽ വളർന്നു വന്നാൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ബോധത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ശരിക്കും ഭഗവത് സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റും. ഏതത് ശ്രുത്വാ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീച മഹാഭാഗ ജഹതു മോഹമാത്മനാം. ഏതത് ശ്രുത്വാ മഹാഭാഗോ വസുദേവോതി വിസ്മിത ദേവകീച മഹാഭാഗ ജഹതു മോഹമാത്മനാം. ഇതിഹാസമിമം പുണ്യം ധാരയേദ്യസ്വമാഹിത സ്വവിധൂയേഹ ശമലം ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതിഹാസം ഇമം പുണ്യം, ഈ പുണ്യമായ ഇതിഹാസത്തെ യഹ ആരാണോ സമാഹിത ധാരയത്, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് ആരാണോ ധരിക്കുന്നത്, ഈ ഇതിഹാസത്തെ, പുണ്യമായ ഇതിഹാസത്തെ കേട്ടാൽ പോരാ, ശ്രവണം പോരാ, മനനം പോരാ, പിന്നെ എന്ത് ചെയ്യണം? അത് ധരിക്കണം. കേട്ട് ചിന്തിച്ച് ഉള്ളിൽ ഉറപ്പിക്കണം. ധരിക്കുക വെച്ചാൽ നിലനിർത്തുക, അവിടുന്ന് മാറിപ്പോവാത്ത മട്ടിൽ ഉള്ളിൽ ഉറപ്പിച്ചു വെക്കണം. ആരാണോ ഈ പുണ്യമായ ഇതിഹാസത്തെ കേട്ട് ചിന്തിച്ച് ഉള്ളിൽ ഉറപ്പിക്കുന്നത്, സഹ അവൻ വിധൂയ ഇഹ ഇവിടെ ഈ ലോകത്തിൽ വിധൂയ തൂത്തുകളഞ്ഞിട്ട് മാറ്റിക്കളഞ്ഞിട്ട് ശമലം കൽമഷത്തെ പാപങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മത്തെ പ്രാപിക്കാനായിക്കൊണ്ട് സമർത്ഥനായി തീരും, ബ്രഹ്മത്തെ പ്രാപിക്കാൻ യോഗ്യതയുള്ളവനായിട്ട് തീരും എന്ന് നവയോഗികൾ ഉപദേശിച്ച ഈ കഥ ഇപ്പം കേട്ടത് പരീക്ഷത്താണെങ്കിലും ഈ പരീക്ഷത്തിനെ പോലെ എത്രയെത്രയോ പരീക്ഷത്തുകളാണ് നമ്മളൊക്കെ. അവരിത് കേൾക്കണം, കേട്ടാ പോരാ, കേൾക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയായാൽ അതിൻ്റെ ഫലം ഉറപ്പാണ്. സംസാര സങ്കടത്തെ തീർത്ത് മറ്റൊരു ചിന്തയില്ലാതെ ശ്രദ്ധയോടെ ഈ ജന്മത്തിൽ തന്നെ സകല പാപത്തെയും നശിപ്പിച്ച് ബ്രഹ്മപ്രാപ്തിക്ക് അർഹരായിത്തീരുന്നു.
ജീവഭാവം തീർന്ന് ബ്രഹ്മഭാവത്തിലേക്ക് പ്രവേശിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ അധ്യായം അവിടെ ഉപസംഹരിക്കാം. ഇതിഹാസമിമം പുണ്യം ധാരയത്യമാഹിത വിധൂയേഹ സമരം ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇതിഹാസമിമം പുണ്യം ധാരയത്യമാഹിത വിധൂയേഹ സമരം ബ്രഹ്മഭൂയായ കൽപ്പതേ. അങ്ങനെ ഏകാദശ സ്കന്ധത്തിലെ ഒരു ഘട്ടം, അതാണ് നിമി നവയോഗി സംവാദം എന്ന വളരെ പ്രസിദ്ധവും പ്രഗത്ഭവുമായ ഭാഗം. ഇത് ഏകാദശത്തിലേക്കുള്ള ഒരു ദ്വാരമാണ്, ഒരു വാതിലാണ്. ഇത് തുറന്ന് ഇതിൽ കൂടി വേണം അകത്തേക്ക് കിടക്കാൻ. പക്ഷെ അതൊന്ന് തുറന്ന് അകത്ത് കിടക്കാൻ എത്ര കാലം വേണ്ടി വന്നു? 9 പേരുടെ ചോദ്യങ്ങളും രാജാവിന്റെ ചോദ്യങ്ങളും 9 പേരുടെ മറുപടി, അത് വളരെ കാലം നീണ്ടുപോയി. അത്ര വിസ്തരിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതാണ്. അത് നമ്മള് കുറെ കാലം കൊണ്ട് ഏതാണ്ട് ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇത്രയും മഹത്വപൂർണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞു വെച്ചിട്ട് ഇതൊന്നും ആരിലും എത്തുന്നില്ല. ഇങ്ങനെ ഉച്ച സമയത്തെ വേളകളിൽ ഞങ്ങളില് കുറച്ച് പേരില് ഇത് എത്തിക്കുന്നു എന്നുള്ളതല്ലാതെ വേദവ്യാസൻ ഇത്രയും എഴുതി വെച്ചിട്ട് ഭഗവാനെ ആരറിയുന്നല്ലേ? ആരറിയുന്നുണ്ട്. ഇപ്പോഴാ വാദക്കം വന്ന് നിൽക്കുകയാണ്. അകത്തോട്ട് കയറാൻ പോന്നേ ഉള്ളൂ നമ്മളായിട്ടില്ല. ഇതിന്റെ തുടക്കമാണ്, ഒരു ആമുഖം പറഞ്ഞു വെച്ചതാണ്. അത് ഇത്ര ഗഹനമാണെങ്കിൽ അകത്തെ കാര്യങ്ങൾ അല്ല, വാസ്തവത്തില് ഈ 9 ചോദ്യങ്ങളുടെ മറുപടി 9 ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ളതാണ്, കുറഞ്ഞ പക്ഷം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് സപ്താഹത്തിൽ എടുക്കാറില്ല. ഇതൊക്കെയാണ് ഒരു വരി മാത്രം പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ, ബാക്കി എടുക്കാറേ. ഇതൊക്കെയാണ് ശരിക്കും എടുക്കേണ്ടത്. വെറുതെ ചുമ്മാതെ ഉപരിപ്ലവമായിട്ടുള്ള കഥകൾ മാത്രം പറഞ്ഞു. അതെ അതെ അതെ. ഇപ്പം എനിക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഈ പർളിക്കാട് ഭൂമാനന്ദ സ്വാമിയുടെ ആശ്രമം ഉണ്ടല്ലോ, എവിടുത്തെ സാറേ? വടക്കാഞ്ചേരിയിലെ പർളിക്കാട്. അവിടെ എല്ലാ വർഷവും ഒരു സത്രമുണ്ട്. അന്ന് സാറ് കഴിഞ്ഞ വർഷം. ഈ പ്രാവശ്യം ഞാൻ തന്നെ ചെന്നേ പറ്റും നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. നിമി നവയോഗി സംവാദം മുഴുവനും 9 മുഴുവനും 1.5 മണിക്കൂറിന് പറഞ്ഞു നിർത്തണം. 1.5 മണിക്കൂർ? ഞാൻ ചോദിച്ചു ഇതെന്തിനായിട്ട് ഒരെണ്ണം, ഇത് സാറിനേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. എവിടുന്നാണ് സാമതിയാണോ പറഞ്ഞ സാറ്? ഇത് ചുരുക്കി പറയാൻ എനിക്കേ പറ്റുള്ളൂ, സാറിനെ. അതുകൊണ്ടാണ് ഈ വിഷയം സാറിനെ വെപ്പിക്കുന്നത്. ബാക്കി ആരും വിചാരിച്ചാലും പറ്റില്ല. വേണ്ടതുപോലെ അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് സാറ് തന്നെ ഇത് പറയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കപിലോപദേശം സാറ് പറയുന്നത്. കപിലോപദേശം അതേപോലെ 1.5 മണിക്കൂർ കൊണ്ടാണ് സാറ്. കഴിഞ്ഞ പ്രാവശ്യം സ്വാമി അതാ എനിക്ക് തന്നെ, ഇപ്രാവശ്യം ഇത് തന്നെ. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ വരും അല്ലേ സാറേ? ഈ കപിലോപദേശം വരും, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ആയിട്ട്. അതപ്പോ ഇതിപ്പോ ഞാനൊന്ന് ചുരുക്കാതെ എനിക്ക് വലിയ പണിയാണ്. ഇത്രയും വിസ്തരിച്ച് നിങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇത് ഏത് ഭാഗമാണ് ചുരുക്കേണ്ടത്, എവിടെ ചുരുക്കി പറയണം എന്നുള്ളത് ഒരു. അതുകൊണ്ട് സാറിന് കുറെ കൂടെ എളുപ്പമാകും. കാരണം ഇപ്പൊ ഇവിടെ ഇപ്പൊ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങളെ ഒക്കെ സാറ് ഒന്ന് സംഗ്രഹിച്ചൊക്കെ പറഞ്ഞാൽ മതി. നാരായണ ഭട്ടതിരിയെ ഒന്ന് ധ്യാനിച്ചാൽ മതി സാറേ, സംഗ്രഹിക്കാൻ പറ്റും അല്ലേ? സംഗ്രഹിക്കാൻ നാരായണ ഭട്ടതിരിപ്പാടി ഒരു ദിവസം കൊണ്ടും കൊണ്ടുപോയിനാക്കി നിൽക്കും. യോഗി സംവാദം അത് സപ്താഹ അധ്യായത്തിൽ തീർത്തിരിക്കുന്നത്. അതെ അതെ, 10. സാറേ വടക്കാഞ്ചേരി തത്വം മാത്രമേ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവരെയാണ് അവിടെ ആദ്യം പ്രവേശിക്കുന്നത്. അവിടുത്തെ ഓഡിയൻസ് അങ്ങനെയുള്ളവരാണ്. ഒരു 300-350 പേരുണ്ടാവും. അവര് ശ്രദ്ധിച്ചിരിക്കുന്നവരാ. അതാണ് അറിയാതെ പറയാൻ. അപ്പൊ നല്ല സംശയങ്ങൾ അവസാനം ചോദിക്കുന്നു. സംശയങ്ങൾ ചോദിക്കുമോ? അതെ അതെ, അവസാനം അതിനുള്ള സമയങ്ങളുണ്ട്.
സാറ് പൂമാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലാണോ? അതെ അതെ. ആ, ഞാൻ 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ആ അത് ശരി. ഏതായാലും സാർ അവിടെ പോയി കെട്ടിയല്ലോ, രക്ഷപ്പെട്ട്. അതെ, യാദൃശ്യമായിട്ട് ഇപ്പൊ ഒന്ന് പെട്ടതായി, പിന്നെ അവർ വിടുകയില്ല. അതാ ഇതിന്റെ ഒരു. എനിക്കറിയായിരുന്നു സാറിനെ സ്വാമിജി വിടുകയല്ലെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ. ടി വിയിലുണ്ടായിരുന്നു കുറെ കാലം സ്വാമിജിയുടെ. ഓ ഞാൻ കേട്ടത് അത് മുഴുവൻ. പിന്നെ ഏകാദശമാണല്ലോ പറഞ്ഞ മുഴുവൻ. മുഴുവനും മുക്തിഭാഗർ എന്ന പേരില്. മുക്തി. അത് ഒരു ശ്ലോകം എടുത്ത് അത്ര എന്തുമാത്രം കാര്യം പറഞ്ഞു. എന്ത് വഴി കൂടെ സഞ്ചരിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ഞാൻ ഇത് കേട്ടുന്ന മുഴുവൻ. നിങ്ങൾക്ക് ബാക്കി വിഷയത്തിലേക്ക് അടുത്ത ദിവസം തെളിച്ചു. ഇന്നിപ്പോ നമ്മുടെ സമയം എന്തായിരിക്കും ചെല്ലാം. ഇനി 6ാം അധ്യായം മുതൽ അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. സംശയങ്ങൾ തീർന്നെങ്കിലും ഇപ്പൊ സംശയിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വൈകിട്ട് കാണാം. വൈകിട്ട് കാണാം. വൈകിട്ട് ഒരാളില്ലാതായ ശശികല പോയി, അവർക്ക് പറ്റിയല്ല. അതെ, പകരം ആര്യ എടുത്തു. ഓ ആര്യെ കഴിഞ്ഞ ദിവസം ആഡ് ചെയ്തായിരുന്നു. ശരി, അതങ്ങനെ പരിഹരിച്ചു. ഇന്ന് മുതൽ ആര്യ കയറാന്നോ? ശരി ശരി. ക്ലാസ്സിൽ അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അംബുജം വിളിച്ചായിരുന്നു.